ഫ്രണ്ട്സ്, കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലേക്കുള്ള നിയമനത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതും ഈ പറയുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചില പോസ്റ്റിന് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം, ചില പോസ്റ്റിന് ഇതിൽ ക്ലർക്കൊക്കെ പോലെയുള്ള വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട വേക്കൻസികളുണ്ട്, അതോടൊപ്പം തന്നെ പോസ്റ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ ഓഫ്ലൈനായിട്ട് ഫോം വഴി അപ്ലൈ ചെയ്യേണ്ട പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, കാരണം വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ചില പോസ്റ്റിന് നമുക്ക് ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. PSC വഴിയല്ല, ഇത് കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് തന്നെയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതും ഫോമൊക്കെ റിസീവ് ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെ എല്ലാം A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഇതിലേക്ക് എങ്ങനെയാണ് ചലാൻ എടുക്കേണ്ടത് തുടങ്ങിയുള്ള ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. നമ്മുടെ ചാനൽ നിങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാൻ നോട്ടിഫിക്കേഷൻ വന്ന തീയതി 20/12, അതായത് ഡിസംബർ 20-നാണ്, 2023 ഡിസംബർ 20-നാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി പറയുന്നുണ്ട് 31/1/2024 വൈകുന്നേരം 5 മണിക്ക് മുൻപായാണ്. അത്രയും ടൈം നമുക്കുണ്ട്. അതായത് ജനുവരി 31 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ താഴെ പറയുന്ന സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകൾ, സഹകരണ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികകളൊക്കെ തിരഞ്ഞെടുക്കുന്നതിനാണ് നിശ്ചിതമായിട്ട് അപേക്ഷാ ഫോറത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ തന്നെ ചില പോസ്റ്റ് നമ്മൾ ഓൺലൈനായിട്ടും അപേക്ഷ സമർപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ നിയമന രീതിയോടെ പറയുന്നുണ്ട് നേരിട്ടുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ OMR ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷയായിരിക്കും ഇതിൽ എക്സാം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതത് സഹകരണ സംഘം അല്ലെങ്കിൽ ബോർഡ് നടത്തുന്ന അഭിമുഖവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എഴുത്ത് പരീക്ഷയിൽ നമ്മൾ മെറിറ്റ് ലിസ്റ്റിൽ വന്നാൽ ഈ 2 ഘട്ടമാണ്. അപ്പോൾ ഒന്ന് നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, അതുപോലെ ആദ്യം നമുക്ക് എക്സാമാണ്, OMR ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും PSC വഴിയല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ വിവിധ കാറ്റഗറി വിളിച്ചിട്ടുണ്ട്, സെക്രട്ടറി മുതൽ വിവിധ കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജർ, ചീഫ് അക്കൗണ്ടൻറ്റ്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് കാറ്റഗറി. നിങ്ങൾക്ക് ഒരുപാട് വിവിധ ജില്ലകളിൽ വിവിധ വേക്കൻസികളുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. അതുപോലെ നിങ്ങൾക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ സിസ്റ്റം സൂപ്പർവൈസർ, ദെൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്, ടൈപ്പിസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് A to Z കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഡ്യൂറേഷൻ വളരെ ലെങ്തി ആകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ കാരണം എന്തിനാണെന്ന് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഇതിൽ കുറേ കാര്യങ്ങൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിത് നോക്കാം. ഇവിടെ കാറ്റഗറി നമ്പർ ആദ്യം നമ്മൾ നോക്കുന്നത് ജൂനിയർ ക്ലർക്ക്, അതുപോലെ ക്യാഷ്യർ എന്ന് പറയുന്ന പോസ്റ്റിലിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 13/2023. ഇതിൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് പോയിട്ട് കൊടുക്കാം, ഒന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തപാൽ മുഖേനയോ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ ഓഫ്ലൈൻ, ഈ ഒരു പോസ്റ്റിലേക്ക് മാത്രമാണ് നമുക്ക് ഓഫ്ലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുക. ബാക്കി ഈ പറയാൻ പോകുന്ന പോസ്റ്റുകളെല്ലാം ഓൺലൈനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പറയാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ഒരു അപേക്ഷാ ഫോം ഉണ്ട്, ആ ഫോം നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, സൈറ്റ് കാണിച്ചുള്ളതാണ്, ഈ സൈറ്റിലൂടെ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടാണ് ബാക്കി എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാറ്റഗറി ഓർത്ത് വെക്കുക, 13/2023 ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ ഓഫ്ലൈനായിട്ട് തപാൽ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമായിട്ടുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC, അതായത് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, JDC എന്ന് പറയും. ഈ JDC കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത, അതായത് SSLC. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഇത്തരത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകളൊക്കെ കുറിച്ചൊരു ധാരണ ലഭിക്കുകയും നിങ്ങൾക്ക് ഇനി എല്ലാ വർഷവും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിന് നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സാമൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം ഡിപ്ലോമ ഒക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ SSLC + JDC നിങ്ങൾക്ക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അതല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം, അത് ഞാൻ പറയാം.
ഓക്കെ, ഇനി ഇവിടെ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് അവർ കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ്, അതായത് GDC എന്ന് പറയും, GDC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് അവർ ആ ഒരു കർണാടക ബോർഡർ ആയതുകൊണ്ട് അവർക്ക് നിശ്ചിതമായിട്ട് അവിടുന്ന് കോഴ്സ് കഴിഞ്ഞവരാണെങ്കിലും അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, അതായത് JDC തുല്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന JDC അല്ല, നിങ്ങൾ GDC കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, കാസർഗോഡുള്ളവർക്കാണ് GDC കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ് JDC അല്ലെങ്കിൽ GDC. ഓക്കെ, ഇനി കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത BCom ബിരുദവും, അതായത് BCom കോർപ്പറേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും അവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ BCom കോർപ്പറേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് JDCൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതോടൊപ്പം ഇനി അത് അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നൊരു ബിരുദം, ഏതെങ്കിലും വിഷയത്തിലുള്ളൊരു ബിരുദവും, അതോടൊപ്പം തന്നെ സഹകരണ ഹയർ ഡിപ്ലോമ, അതായത് ഈ പറയുന്ന HDC അല്ലെങ്കിൽ HDC ആൻഡ് BM, ഈ പറയുന്ന നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDCയോ അല്ലെങ്കിൽ HDC ആൻഡ് BM കഴിഞ്ഞവർക്കോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ HDC എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്നത്, അതായത് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. അത് ഈ HDC ആൻഡ് ഈ പറയുന്ന BM. ഓക്കെ, HDC ആൻഡ് BMൻ്റെ ഫുൾ ഫോമാണ് ഞാൻ അപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ HDC എന്ന് പറഞ്ഞാൽ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആണ്. ദെൻ BM എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഡിപ്ലോമ, അതായത് PG ഡിപ്ലോമകളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നും പാടെ വിശദമായിട്ട് ലാസ്റ്റ് പറയാം കേട്ടോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്ന ഉറപ്പാണ്. ഇനി അതല്ലെങ്കിൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കേരള കാർഷിക സർവകലാശാലയുടെ BSc സഹകരണം ഓർ ബാങ്കിങ് നമ്മൾ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് നമ്മൾ BSc സഹകരണം അല്ലെങ്കിൽ ബാങ്കിങ്ങിൽ നമ്മൾ BSc ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലൂടെ എഴുതി കാണിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഞാൻ മൗസ് കൊണ്ടാണ് എഴുതുന്നത്. അപ്പം ജസ്റ്റ് SSLC പ്ലസ്, നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ളവർക്കാണ് SSLC പ്ലസ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷനാണ്. SSLC പ്ലസ് ഈ പറയുന്ന JDC ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. JDC കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഉയർന്ന മറ്റു തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ബാക്കിയുള്ള ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നിങ്ങൾക്ക് BCom കോർപ്പറേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, BCom കോർപ്പറേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി തരാം. ഓക്കെ, അപ്പോൾ BCom കോർപ്പറേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കാറ്റഗറി കേട്ടോ. ഓക്കെ, SSLCയും BCom കോർപ്പറേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി മൂന്നാമത്തെ കാറ്റഗറി ആർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ ഏതെങ്കിലും വിഷയത്തിൽ എനി ഡിഗ്രി. ഓക്കെ, ഒന്നാമത്തെ ഇനി അടുത്ത കാറ്റഗറി എനി ഡിഗ്രി കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എനി ഡിഗ്രി അല്ലെങ്കിൽ എനി ഗ്രാജുവേഷൻ നിങ്ങൾ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഗ്രാജുവേഷൻ മാത്രം പോരാ, അതിൻ്റെ കൂടെ എന്തും പാടെ വേണമെന്ന് വെച്ചാൽ ഒരു PG ഡിപ്ലോമ വേണം. ഈ പറഞ്ഞിരിക്കുന്ന HDC, അതായത് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ആൻഡ് BM, HDC ആൻഡ് BM ഈ രീതിയിൽ, അതായത് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM. ഓക്കെ, HDC മാത്രം ചെയ്തവർക്കും അപ്ലൈ ചെയ്യാം. ഇനി HDC ആൻഡ് BM കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം ഈ ഡിഗ്രിയോടൊപ്പം കേട്ടോ. ഏതെങ്കിലും വിഷയത്തിലുള്ളൊരു ബിരുദവും അതുപോലെ HDC അത് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റേതായാലും ഇനി നമ്മുടെ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റേതായാലും ഏത് കോഴ്സാണെങ്കിലും അവർക്ക് കഴിഞ്ഞതാണെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ HDC BM. ഓക്കെ, HDC ആൻഡ് BM. ഓക്കെ, ആൻഡ് BM ബിസിനസ് മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ മൂന്നെണ്ണമാണ് പറഞ്ഞത്. ഒന്ന് SSLC പ്ലസ് JDC, 2 BCom കോർപ്പറേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 എനി ഡിഗ്രി, എനി ഗ്രാജുവേഷൻ പ്ലസ് നിങ്ങൾക്ക് നമ്മുടെ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഡിഗ്രിയോടൊപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് HDC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC ആൻഡ് BM കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് മാത്രമല്ല, ഇനി നമ്മുടെ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC ആണെങ്കിലും HDCM ആണെങ്കിലും HDC BM ആണെങ്കിലും ഇതിലേക്ക് അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അതായത് ഡിഗ്രിയോടൊപ്പം. ഓക്കെ, അങ്ങനെ 3 എണ്ണമായി. ഇനി നമുക്ക് നാലാമത്തെ കാര്യം എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, ആർക്കാണ് ഇതിൽ എലിജിബിലിറ്റി എന്ന് വെച്ചാൽ കേരള കാർഷിക സർവകലാശാലയിൽ BSc നാലാമത്തേതാണ് ഇവിടെ എഴുതുന്നത് കേട്ടോ.
നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ഈ പറയുന്ന സഹകരണം ആൻഡ് ബാങ്കിങ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് BSc സഹകരണം ആൻഡ് ബാങ്കിങ് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ പറയുന്ന നമ്മുടെ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള 4 യോഗ്യതകളാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഈ 4 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസിയുടെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. സംഘത്തിൻ്റെ പേരും ഒഴിവുകളുടെ എണ്ണം ശമ്പള സ്കെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല, നിങ്ങൾക്കൂടെ കാണാം. തിരുവനന്തപുരം ഉണ്ട്, നെയ്യാറ്റിൻകര താലൂക്ക് ഗവൺമെൻറ് സ്കൂൾ ടീച്ചേഴ്സ് സഹകരണ സംഘം ക്ലിപ്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ അടക്കം 2 വേക്കൻസിയാണ്. അതിൻ്റെ സ്കെയിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ദെൻ ഓരോന്നിലും നമുക്ക് നിശ്ചിതമായിട്ടുള്ള വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ജൂനിയർ ക്ലർക്ക് 10 വേക്കൻസി ഉണ്ട്. നമുക്ക് പേരൂർക്കട സർവീസ് സഹകരണ ബാങ്കിൽ 10 വേക്കൻസിയാണ്. അപ്പോൾ വേക്കൻസിൻ്റെ എണ്ണമാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൽ ജനറലിന് 9 വേക്കൻസിയും ഭിന്നശേഷി വിഭാഗക്കാർക്ക് 1 വേക്കൻസി, അങ്ങനെ റിസർവ്ഡ് വേക്കൻസി ഉണ്ട്. ഓക്കെ, അത് സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് കൂടെ നോക്കാൻ പറ്റും കേട്ടോ, എവിടെയാണ് വേക്കൻസി. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നിലധികം സഹകരണ സംഘത്തിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഒരു അപേക്ഷ മതി കേട്ടോ. ഈ പറയുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് കൂടെ കാണാം, 13/2023 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് ഒന്നിലധികം സംഘത്തിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരൊറ്റ അപേക്ഷയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതലുള്ള വേക്കൻസി ആദ്യം നോക്കിയിട്ട് അത് കൊടുക്കുക. പിന്നെ അതിനനുസരിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ ഓരോന്നിൻ്റെ നോക്കുക, വിവിധ ജില്ലകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ എല്ലാം ഇവിടെ വായിക്കുന്നില്ല, നിങ്ങൾക്ക് പത്തനംതിട്ട, ആലപ്പുഴ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കിയിട്ട് കോട്ടയം, ഇടുക്കി, ഓക്കെ, അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്കെയിൽ നിങ്ങൾ നോക്കുക, വേക്കൻസി നോക്കുക. തൃശ്ശൂർ, ഓക്കെ, ഇങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. വിവിധ ജില്ലകൾ, പാലക്കാട് എല്ലാം ഉണ്ട്. ഇതിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക. മലപ്പുറം, ഓക്കെ, കോഴിക്കോട്, എല്ലാം വിവിധ ജില്ലകൾ മൊത്തം ഒരുപാട് വേക്കൻസികൾ, അത്യാവശ്യം വേക്കൻസികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇതൊക്കെ അധികവും പിൻവാതിൽ നിയമനം എന്നൊക്കെ പറഞ്ഞ് പലരും കമൻ്റ് ഇടാറുണ്ട്. പക്ഷേ നമ്മൾ അതൊക്കെ നോക്കി നിന്നാലും നമുക്കുള്ള അവസരങ്ങൾ നമ്മൾ എക്സാം എഴുതുക എന്നുള്ളതാണ്. എഴുതിയിട്ട് നമ്മൾ നല്ല മാർക്ക് ലഭിച്ച് എന്തായാലും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാ പോസ്റ്റും പിൻവാതിൽ നിയമനം ഒന്നും ഒരിക്കലും നടക്കില്ല. അതൊക്കെ എന്തെങ്കിലും നമുക്ക് പിന്നീട് എന്തെങ്കിലും കേസൊക്കെ ആയി അത് പിന്നീടൊക്കെ പ്രശ്നങ്ങൾ തന്നെ ആകും എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതോടൊപ്പം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് നമുക്ക് ഏജൊക്കെ പ്രശ്നം വരും. അതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അപ്ലൈ ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഫസ്റ്റത്തെ കാറ്റഗറി മുതൽ നോക്കി വരാം. ഇനി ഇപ്പം കാറ്റഗറി 1 നമുക്ക് സെക്രട്ടറി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ 7 വർഷത്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ, എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾ നോക്കിയാൽ മതിട്ടത്. അപ്പോൾ ഇപ്പോൾ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആണെങ്കിൽ 5 years എക്സ്പീരിയൻസ് മതി. ഡിഗ്രി വിത്ത് HDC ആൻഡ് BM ആണെങ്കിൽ 7 years എക്സ്പീരിയൻസ് അവർക്ക് വേണം. മാസ്റ്റർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MCom ഒക്കെ ഫൈനാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് 3 year എക്സ്പീരിയൻസ് മതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. BCom ആണെങ്കിൽ 7 years എക്സ്പീരിയൻസ്, കോർപ്പറേഷനിലുള്ള BCom ആണെങ്കിൽ 7 years എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേക്കൻസി എവിടേക്കാണ് വരുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത കാറ്റഗറി ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഈ പറയുന്ന സെക്രട്ടറിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ഫോമാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് കാണിക്കാം. ദെൻ നമുക്കടുത്ത കാറ്റഗറി 12/2023 ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി, മാനേജർ, ചീഫ് അക്കൗണ്ടൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദം. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദം 50% മാർക്കോട് കൂടി ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രം നമുക്ക് പോരാ, സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC അല്ലെങ്കിൽ HDM വേണം. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ എനി ഗ്രാജുവേഷൻ, എനി ഡിഗ്രി, അതായത് എനി ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനി ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എന്തും പാടെ വേണം അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ എനി ഡിഗ്രി പ്ലസ് എന്തും പാടെ വേണം. അത് ഡിഗ്രിയിൽ 50% മാർക്ക് വേണേ. പ്ലസ് നമുക്ക് എന്ത് വേണം, HDC അതായത് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന HDC ആൻഡ് BM അതിൽ ഏതെങ്കിലും ഒന്ന് വേണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന HDC അല്ലെങ്കിൽ HDC ആൻഡ് BM, ഓക്കെ, BM ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്.
അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോ അതോടൊപ്പം തന്നെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനമാണെങ്കിലും നാഷണൽ ആണെങ്കിലും ആ രീതിയിൽ നമ്മൾ പഠിച്ച് നമ്മൾ ഡിപ്ലോമ എടുത്തവരായിരിക്കണം എന്നുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. ഇനി അത് അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് JDC കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും നിങ്ങൾക്ക് എന്താണ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഇനി അതോടൊപ്പം തന്നെ JDC കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് BSc MSc സഹകരണം ആൻഡ് ബാങ്കിങ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് വേറെ ഡിപ്ലോമ കോഴ്സ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് എന്താ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc സഹകരണം ആൻഡ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ MSc സഹകരണം ആൻഡ് ബാങ്കിങ്ങോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായ എല്ലാ വിഷയത്തിലും 50% മാർക്കിൽ കൂടാത്ത BCom ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നീ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് BCom കോർപ്പറേഷനിൽ BCom ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, BCom കോർപ്പറേഷനിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതായത് സഹകരണത്തിൽ BCom കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് മതി എന്നുള്ളൂ. അപ്പോൾ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഒന്നും പാടെ ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് തരാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കണം. ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അറിയുന്നവർക്കാണെങ്കിൽ. ഇപ്പം നമ്മൾ ബോറടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇൻ കേസ് ആർക്കെങ്കിലും ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾക്ക് എന്താണ്, എനി ഡിഗ്രിയാണ്. ഓക്കെ, എനി ഡിഗ്രിയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഫുൾ എഴുതുന്നില്ല. പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന HDC ഓർ HDC ആൻഡ് BM. ഓക്കെ, HDC ആൻഡ് BM ഇത് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഒന്നാമത്തെ കാറ്റഗറി. ഇങ്ങനെ ഈ യോഗ്യത ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്കാണ് കേട്ടോ ഡിഗ്രിയിൽ, അതും വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എനി ഡിഗ്രി, എനി ഗ്രാജുവേഷൻ, എനി ഡിഗ്രി പ്ലസ് നിങ്ങൾക്ക് JDC കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, JDC കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് നമ്മൾ BSc ഓർ MSc ആണെങ്കിലും BSc ആണെങ്കിലും പറ്റും. അത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സഹകരണം ആൻഡ് ബാങ്കിങ്, ഓക്കെ, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ നാലാമത്തെ എവിടെ എഴുതാം. ഓക്കെ, നാലാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല അംഗീകരിച്ച ഇവിടെ എഴുതാം, 4 ഇവിടെ എഴുതാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല അംഗീകരിച്ചിട്ടുള്ള BCom. ഓക്കെ, വെറും BCom പോരാ, BCom ഇൻ കോർപ്പറേഷൻ ആയിരിക്കണം കേട്ടോ. കോർപ്പറേഷനിൽ നിങ്ങൾ BCom കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഈ 4 കാറ്റഗറിയിലുള്ളവർക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതിൻ്റെ സംഘത്തിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേ സ്കെയിൽ വേക്കൻസി നമ്പറാണ് ഈ കടുത്തിരിക്കുന്നത് കേട്ടോ. അതൊക്കെ വേക്കൻസിയാണ്. ഈ 1 എന്നൊക്കെയുള്ള വേക്കൻസി നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നെ മറ്റേത് ഇപ്പം നമ്മൾ പറഞ്ഞു 13/2023 നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. 12/2023 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കാം വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത്. ഇനി കാറ്റഗറി നമ്പർ 14/2023 ഇതിലും അപേക്ഷ ഓൺലൈനായിട്ടാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് BTech ആണ് പറയുന്നത്. ഈ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന MC മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഈ കോഴ്സ് ഏതെങ്കിലും കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ BTech ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന MSc കമ്പ്യൂട്ടർ സയൻസ് ഓർ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിലേക്ക് ഒരു എക്സ്പീരിയൻസ് ചോദിക്കുന്നത് മിനിമം നമുക്കൊരു 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഈ മേഖലയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയൊക്കെ കാണിക്കാം. ഇതും ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ വേക്കൻസി വന്നിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏതൊക്കെ ബാങ്ക് സംഘത്തിലേക്കാണ്, ബാങ്കുകളിലേക്കാണ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേ സ്കെയിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിനടുത്ത് നമുക്ക് കാറ്റഗറി നമ്പർ 15/2023 സിസ്റ്റം സൂപ്പർവൈസർ ആണ്. ഇതും ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളൊരു ബിരുദം പ്ലസ് PGDCA അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും വിഷയത്തിൽ ഒരു ബിരുദവും മതി. എനി ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ എനി ഡിഗ്രി അല്ലെങ്കിൽ എനി ഗ്രാജുവേഷനാണ്. ഓക്കെ, എനി ഗ്രാജുവേഷൻ അല്ലെങ്കിൽ എനി ഡിഗ്രി പ്ലസ് എന്താണ് PGDCA വേണം നിങ്ങൾക്ക്. ഓക്കെ, PGDCA അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. PGDCA.
ഓക്കെ, കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ പെർസെൻറ്റേജോ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡയറക്റ്റായിട്ട്. ഓക്കെ, അത് എവിടേക്കാണ് ഒഴിവെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൺലൈനായിട്ടാണ് ഇതും അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനടുത്ത് കാറ്റഗറി നമ്പർ 16/2020 ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദം, അതായത് എനി ഗ്രാജുവേഷനാണ്, എനി ഡിഗ്രി പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ കേരള സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും വേണം. അപ്പോൾ ഡാറ്റ എൻട്രിയിലുള്ളൊരു കോഴ്സ് നമ്മൾ ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഡാറ്റ എൻട്രി പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ അംഗീകൃത സ്ഥാപനത്തിൽ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് നമ്മൾ ജോലി ചെയ്ത് മിനിമം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 കാര്യവും വേണം. ഒന്ന്, ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാനത്തിൽ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായിരിക്കണം. 3, ഒരു വർഷത്തെ മിനിമം ഒരു പരിചയം വേണം. ഇങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേക്കൻസിയോടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ വേക്കൻസി ഉണ്ട്. ഇതിനകത്ത് കാറ്റഗറി നമ്പർ 17/2023 ടൈപ്പിസ്റ്റ് ആണ്. അപേക്ഷ ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഈ ഡാറ്റ എൻട്രീൻ്റെ അപേക്ഷയും ഓൺലൈനായിട്ടാണ്. ഇത് ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓഫ്ലൈനായിട്ട് നമുക്ക് മറ്റേ ക്ലർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനുള്ളൂ, അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ്. ഇതിൽ നമുക്ക് യോഗ്യത എന്ന് പറയുന്നത് SSLC ഉണ്ടായിരിക്കുക, അതായത് 10th പാസ്സായിരിക്കുക അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല KGT ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഓക്കെ ലോവർ, ഇത് നിങ്ങൾ എന്താണ് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കുക എന്നുള്ളതാണ്. KGT ഓക്കെ, ആ ഒരു കോഴ്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ പറയുന്ന KGT ഒക്കെ വെച്ച് PSC ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല സ്കോപ്പുള്ള, നമ്മൾ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും. അംഗീകൃത സ്ഥാപനങ്ങളിൽ പോയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ വേക്കൻസിയുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത് സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. അപ്പോൾ വിജ്ഞാപനം 13/2023 പ്രകാരം നമ്മൾ അപേക്ഷ ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് പോസ്റ്റൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഡയറക്റ്റായി പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് 150 രൂപ എന്ത് ചെയ്യണം, DD എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അപേക്ഷാ ഫീസ് നമ്മൾ കൊടുക്കണം. ആ DD എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഈ പറയുന്ന SC ST അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് 50 രൂപയാണ് DD എടുക്കേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, DDൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഒന്നിലധികം സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് DD എടുക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും. ദെൻ ഇതിൻ്റെ പ്രായപരിധി 1/1/2023 കണക്കാക്കുന്നത്. ഈ 1/1/2023 മിനിമം 18 വയസ്സും മാക്സിമം 40 വയസ്സ് വരെയുള്ളവർക്ക് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നാൽ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 43 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 50 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. അതായത് 10 വർഷം വരെയൊക്കെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. വിഡോസ് ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ വിധവകൾക്ക് 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ സഹകരണ പരീക്ഷ ബോർഡ് നടത്തുന്ന OMR പരീക്ഷ 80 മാർക്കിലാണ് നടത്തുന്നത്. ഓക്കെ, ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പ്രസ്തുത സംഘത്തിലെ അഭിമുഖം ഉണ്ടായിരിക്കും. അതായത് ഏത് സംഘത്തിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്താൽ ആ സംഘമാണ് നമുക്ക് ഈ പറയുന്ന അഭിമുഖം നടത്തുക. അത് പരമാവധി 15 മാർക്കിനാണ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അതിൽ നമ്മൾ അഭിമുഖത്തിന് ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് 3 മാർക്ക് ലഭിക്കും. ബാക്കി 12 മാർക്ക് നമുക്ക് അഭിമുഖത്തിൽ നമ്മുടെ പ്രകടനത്തിനനുസരിച്ചാണ് ലഭിക്കുക. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ക്ലർക്കിൻ്റെ പോസ്റ്റ് ഒരുപാട് വിവിധ ജില്ലകളിലുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, സംഘത്തിലേക്കോ ബാങ്കുകളിലേക്കോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം, നമ്മുടെ DD എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതാ ഈ 13/2023 എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മളിതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രമ നമ്പർ കൊടുത്തിട്ടുണ്ട് 1, 2, 3 എന്നുള്ളത്. ഇപ്പം ഞാനിതവിടെ തിരുവനന്തപുരം ഈ 3ാമത്തെ ഈ ഒരു സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പം അടുത്തത് കൊല്ലം. ഓക്കെ, ഞാനൊരു 4-5 സഹകരണം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അതൊരൊറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഉദ്യോഗാർത്ഥി ഇപ്പോൾ ഒന്നിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുക. അപ്പോൾ 150 രൂപയുടെ DD ആണ് എടുക്കേണ്ടത്. ഈ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ 50 രൂപയുടെ എടുക്കേണ്ടത്. ഇപ്പോൾ OBC അതുപോലെ ജനറൽ EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ 150 രൂപയുടെ DD ആണ് എടുക്കേണ്ടത്. DD എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എന്നാൽ ഈ പറയുന്ന SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ 50 രൂപയുടെ DD ആണ് ഒരു പോസ്റ്റിന് എടുക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരു സഹകരണത്തിലേക്ക് അപ്ലൈ ചെയ്യാനാണ് 150. എന്നാൽ നമ്മൾ ഈ പറയുന്ന സെയിം അപേക്ഷയിൽ തന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഒരു 4 സഹകരണത്തിലേക്ക് അല്ലെങ്കിൽ ബാങ്കിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 4 × 150 നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം നമുക്ക് എന്ത് ചെയ്താൽ മതി, പിന്നീട് നമ്മൾ ഒന്നാമത്തെ നമ്മൾ 150 എടുത്തു, പിന്നീട് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ 50 രൂപ പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഓരോ സംഘത്തിനും 50 രൂപ. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 5 സഹകരണ സംഘത്തിലേക്ക് അല്ലെങ്കിൽ ബാങ്കിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആണ്. അപ്പോൾ ആദ്യത്തേന് ഞാൻ 150 എടുക്കണം. അപ്പോൾ 150 ഇവിടെ വന്നു. പിന്നെ എനിക്ക് ബാക്കി 4 എണ്ണമാണ്, ടോട്ടൽ 5 എണ്ണമാണല്ലോ, 4 സംഘത്തിലേക്കും പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം 4 × 50. ഓക്കെ, 4 × 50 എത്രയായി? 200 ആയി. ഓക്കെ, 200. അപ്പം ഞാനിവിടെ എത്ര ഫീ അടയ്ക്കണം എന്ന് വെച്ചാൽ ഈ 200 150 എത്രയായി? 350 രൂപ ഞാൻ ഫീ അടയ്ക്കണം. ഓക്കെ, അല്ലാതെ നമ്മൾ ഓരോന്നിനും 150 വെച്ച് കൊടുക്കേണ്ടതില്ല. ആദ്യം നമ്മൾ ഒന്നിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് 150 കൊടുക്കണം നിർബന്ധമായിട്ടും. ഒന്നിലധികം തസ്തികയിലേക്ക് അല്ലെങ്കിൽ ഒന്നിലധികം തസ്തികയല്ല, ഒന്നിലധികം സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഓരോ സംഘത്തിനും നിങ്ങൾ എന്ത് ചെയ്യുക, 50 രൂപയാണ് ചാർജ് കൊടുക്കേണ്ടത്. 50 രൂപ വെച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ കാര്യം വെച്ചാൽ 50 രൂപയാണ് അവരെന്ത് ചെയ്യേണ്ടത്, ഈ ഫീസ് ഇളവ് ലഭിക്കുന്നവർ കൊടുക്കേണ്ടത്. അവർ പിന്നീട് ഇപ്പോൾ ഒരു പോസ്റ്റിലേക്ക് ഒരു സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുക. ഒരു സംഘത്തിലേക്ക് അപ്ലൈ ആണ് 50. ഇനി ഒരു 3 സംഘത്തിലേക്ക് അപ്ലൈ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, ജസ്റ്റ് 50 × 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 150 രൂപ. അവർ 150 രൂപയാണ് അവർ അടയ്ക്കേണ്ടത്. അവർ 50 തന്നെയാണ് കൊടുക്കേണ്ടത്. അവർക്ക് വേറെ രണ്ടാമത് ഈ പറയുന്ന ഫീസിൽ ഈ പറയുന്ന കുറവൊന്നും വരുന്നില്ല. അവർക്ക് 50 വെച്ചിട്ട് തന്നെ അവൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 150 രൂപയാണ് ഇനീഷ്യലി ഒരു പോസ്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ചാർജ്. പിന്നീട് നമ്മൾ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സഹകരണ സംഘം അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ചാർജ്, അതിൽ നമ്മൾ ഒന്നിലധികം സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് 50 രൂപ വെച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ 10 എണ്ണം അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ 10ന് നിങ്ങൾ എന്ത് ചെയ്യണം അല്ലേ, 150 വരും. ബാക്കി നിങ്ങൾ 9 × 50 കൊടുത്താൽ മതി. എന്നിട്ട് പ്ലസ് 150 ആഡ് ചെയ്താൽ നിങ്ങളെ എമൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ ആ ഡീറ്റെയിൽസ്, ആ കാര്യങ്ങളാണ് ഇവിടെ വലിയ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വായിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ അപേക്ഷാ ഫീസ് നമുക്ക് ഫെഡറൽ ബാങ്കിലും കേരള സംസ്ഥാന സഹകരണ ബാങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അടയ്ക്കാവുന്നതാണ്. ചലാൻ വഴി നമുക്ക് DD എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, DD എടുക്കുന്നതിന് വേണ്ടിയുള്ള ചലാനുണ്ട്. ചലാനൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാം, എവിടുന്ന ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളിൽ നിന്നും സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ക്രോസ് ചെയ്ത് CTC പ്രകാരം മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് മാത്രമേ പരീക്ഷാ ഫീസായി സ്വീകരിക്കുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫേവർ ഓഫ് കൊടുക്കേണ്ടതാണ് ഈ പറയുന്ന പരീക്ഷാ ബോർഡ് സെക്രട്ടറിയുടെ പേരിലാണ് നമ്മൾ DD. അത് നമ്മൾ ബാങ്കിൽ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. കാരണം ഈ പറയുന്ന നമ്മുടെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലോ പോലെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഒരുപാട് ആളുകൾ ഈ DD എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഇന്ന എക്സാമിനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചലാൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ അവർ കറക്റ്റായിട്ട് തരും. ചലാന് ഞാൻ കാണിക്കാം. അത് മാത്രമല്ല ഇവിടെ CTC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സംശയമൊന്നും വേണ്ട. സോറി, CTC അല്ല, CTS കേട്ടോ. CTS എന്ന് പറഞ്ഞാൽ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റമാണ്. അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്ന, അതായത് ഒരു ഇമേജ് ബേസ്ഡ് ക്ലിയറിംഗ് സിസ്റ്റമാണ്. ICS പ്രകാരമുള്ള രീതിയിലുള്ള ആ ഒരു DD ആണ് നമ്മൾ എടുക്കുക. പറഞ്ഞാൽ മതി CTC ഈ രീതിയിൽ എടുക്കണം. കാരണം CTC എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ DD കൊടുത്തു. ആ DD ഇപ്പോൾ നമ്മൾ ആ ബാങ്കുകാർ അവർക്ക് എന്ത് ചെയ്യും, ആ DD ഇപ്പോൾ നമ്മൾ കനറ ബാങ്കിൽ നിന്നാണ് എടുക്കുന്നതായിരിക്കുക. കനറ ബാങ്കിൽ നിന്ന് എടുത്ത് നമ്മൾ മറ്റൊരു ബാങ്കിൽ കൊടുത്തു. അപ്പോൾ കനറ ബാങ്കിൽ നിന്ന് DD എടുത്ത് നമ്മൾ വീണ്ടും ഈ ബാങ്കുകാർ എന്ത് ചെയ്യണം, കനറ ബാങ്കിലേക്ക് തിരിച്ചയച്ച് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാറ് മുൻപ്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ഒരു ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലിയറിംഗ് സിസ്റ്റം, കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് എന്ത് ചെയ്യുക, ഒരു മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ നോട്ടൊക്കെ എണ്ണുന്നില്ല മെഷീൻ ഉപയോഗിച്ച്, അതേപോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അതിൻ്റെ ഡാറ്റ, അതിൻ്റെ നിശ്ചിതമായുള്ളൊരു DD നമ്പർ ഉണ്ടാവും. അതൊക്കെ വെച്ച് അവർക്ക് അവിടെ തന്നെ വളരെ ഈസി ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസാക്ഷനൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവത്തിൽ പറഞ്ഞതുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അത്ര ഇതാക്കണ്ട. കാരണം ഇപ്പോൾ എല്ലാ DDകളും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി വേണമെങ്കിൽ അന്ന് പറഞ്ഞ് നിങ്ങൾ ബാങ്കിൽ പോകുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. അത് നമ്മൾ വലിയൊരു കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഡൗട്ട് ഉണ്ടാണ്ടായിരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു DD നമ്മൾ എടുക്കണം. അപ്പോൾ ആ DD എടുക്കേണ്ടത് ഞാൻ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന 150 രൂപയുടെ ആണ് ഒരു
സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. ദെൻ ഇപ്പോൾ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കേട്ടോ, അപ്പോൾ അവർക്ക് വീണ്ടും മറ്റു സംഘത്തിലേക്കും പാടെ അപ്ലൈ ചെയ്യാം, എത്ര സംഘത്തിലേക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവർ 50 രൂപ വെച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ ഒരൊറ്റ DD ആണ് എടുക്കേണ്ടത്, ഒരു സിംഗിൾ DD ആണ് എടുക്കേണ്ടത്. ഓരോന്നിനും ഓരോ DD എടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ എടുത്താൽ റിജക്റ്റ് ആവും. ഒരൊറ്റ സിംഗിൾ DD ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എല്ലാ എമൗണ്ട് പാടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ DD എടുക്കുകയാണ് വേണ്ടത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടെ, അതിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവും, നമ്മുടെ DDയും പോക്കെ പ്രശ്നമാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50 വെച്ച് കൂട്ടിയാൽ മതി. അവർ 50 തന്നെയാണ്. അപ്പോൾ 50 × 50 എത്ര പോസ്റ്റാണ്? 10 പോസ്റ്റാണ്. 10 × 50 500. ഓക്കെ, അങ്ങനെയായിട്ട് കൂട്ടി കൊടുത്താൽ മതി, അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് 13/2023 കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റേതൊക്കെ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളാണ്, ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ അക്കൗണ്ടിൽ പണം അടച്ചതിൻ്റെ ചെലാനും ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റും ഒക്കെ നമ്മൾ അപേക്ഷയോടൊപ്പം എന്ത് ചെയ്യണം, നമ്മൾ ഉള്ളടക്കം ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ അയച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഞാൻ ഏതൊക്കെയാണെന്നൊക്കെ പറയാം വ്യക്തമായിട്ട്. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ് തെളിയിക്കുന്ന, അതേപോലെ അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ എന്താണ് അപേക്ഷയുടെ ഫോമിൻ്റെ കൂടെ നമ്മൾ വെക്കണം എന്നുള്ള പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയൊരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് ഈ പറയുന്ന 13/2023 ആ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷാ ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അപ്ലിക്കേഷൻ ഫോം കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക്, അതായത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലിങ്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക കേട്ടോ. നോട്ടിഫിക്കേഷൻ 20/12/2023 കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ദെൻ നിങ്ങൾക്ക് ഓൺലൈൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം കേട്ടോ. ആദ്യം ഞാൻ ഈ ഫോമിൻ്റെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ദെൻ അപ്ലിക്കേഷൻ ഫോം ഫോർ ജൂനിയർ ക്ലർക്ക് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ഫോം കിട്ടും. അപ്പോൾ ഈ ഒരു മാതൃക, ഇതൊരു മാതൃകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു നീറ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല രീതിയിലായിരിക്കണം. ഇപ്പോൾ അതല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല കുറച്ച് നീറ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോം നിങ്ങൾക്ക് ശരിയാക്കി ഇതേ സെയിം മാതൃകയിൽ ഫോം റെഡിയാക്കി തരുന്ന ഏജൻസികളുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞാൽ അവർ അടിപൊളിയിലാക്കി തരും. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കണം. ഓക്കെ, ഇതന്നെ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ടത് ആദ്യം ഞാൻ ജസ്റ്റ് കാണിക്കാം. നിങ്ങൾക്കിവിടെ കാണാം, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് തിരുവനന്തപുരം അപേക്ഷ 4 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഫോം തന്നെ നിങ്ങൾ ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്താൽ മതി, അവർക്ക് കുഴപ്പമൊന്നുമില്ല. 13/2023 തസ്തിക ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ, ഈ പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമാണ് ഇതിലേക്ക് ഈ ഫോം പോയി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പേര്, ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇനീഷ്യൽ അടക്കം പേര് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ പേര് ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ ഇംഗ്ലീഷിൽ എഴുതാം. ഓക്കെ, ആദ്യം നമ്മൾ ഇംഗ്ലീഷിലാണ് ഇവിടെ പേര് ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, മലയാളത്തിൽ പേര് ചെയ്താൽ പേരും ഇനീഷ്യലും കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ട് നിങ്ങൾ അതിന് ക്രോസ് ആയിട്ട് എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ഓക്കെ, ദെൻ സ്ഥിര മേൽവിലാസം നിങ്ങളിവിടെ കൊടുക്കുക, നിങ്ങളുടെ മേൽവിലാസം. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥിര മേൽവിലാസം എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് അഡ്രസ്സാണ്, നിങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അതിനുശേഷം ജില്ലാ പിൻകോഡൊക്കെ ഇവിടെ കൊടുക്കണം. അതിനുശേഷം കത്തിടപാടുകൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ ചോദിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ വലിയ അക്ഷരത്തിൽ എഴുതണമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രത്യേകമായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ആയിട്ട് ഫില്ല് ചെയ്താൽ മതി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. ഇനി ഇവിടെ സ്ഥിരം മേൽവിലാസം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാവുന്നതാണ്. ഇവിടെ പ്രത്യേകമായിട്ട് ഇത് വേണമെന്ന് പറയുന്നൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതണം. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് കൊണ്ട് ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക, ജില്ല കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. പിന്നെ മലയാളത്തിൽ എഴുതാൻ ഇവിടെ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ മലയാളത്തിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കേട്ടോ, മുകളിൽ നിങ്ങൾ ഇവിടെ എഴുതിയ അതേ സെയിം അഡ്രസ്സ് ഇവിടെ എഴുതാം. ഓക്കെ, ദെൻ പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറാണ് 4ാമത്തെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് അടക്കം നിങ്ങളോട് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാധകമല്ല എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അതോടൊപ്പം മൊബൈൽ നമ്പർ നിങ്ങളിവിടെ കൊടുക്കണം. കറക്റ്റ് SMS കാര്യങ്ങളൊക്കെ വരും നിങ്ങൾക്ക് എക്സാമൊക്കെ വരുമ്പോൾ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. പിന്നെ നമ്മുടെ പൗരത്വം ഇന്ത്യൻ, ദെൻ സംസ്ഥാനം കേരള എന്ന് കൊടുക്കുക. ദെൻ നമ്മുടെ ജില്ലാ താലൂക്ക് കൊടുക്കുക, പിതാവിൻ്റെ മാതാവിൻ്റെ ആരുടെയെങ്കിലും ഒരു പേര് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, മൊബൈൽ നമ്പർ. പിന്നെ ജനന തീയതി അക്കത്തിലും അക്ഷരത്തിലും എഴുതണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അക്കത്തിലും എഴുതണം, അക്ഷരത്തിലും എഴുതണം. സ്ത്രീയോ പുരുഷനോ ഏതാച്ചാൽ നിങ്ങൾ എഴുതാം, മെയിൽ ഓർ ഫീമെയിൽ. മതം, ജാതി, ഉപജാതിയൊക്കെ ഉണ്ട്, അത് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഈ പറഞ്ഞിരിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, മറ്റു പിന്നോക്ക സമുദായം EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് ഏതാണെന്ന് ഇവിടെ എഴുതണം. ഇപ്പോൾ EWS ആണെങ്കിൽ EWS എഴുതണം, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ എഴുതണം. പട്ടികജാതി, പട്ടികവർഗം അല്ലെങ്കിൽ മറ്റു പിന്നോക്ക OBC ഒക്കെ ആണെങ്കിൽ ഇവിടെ എഴുതണം. ഇനി അതല്ലെങ്കിൽ നമുക്കിവിടെ ബാധകമല്ല എന്ന് എഴുതിയാൽ, അല്ലെങ്കിൽ ജനറൽ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജനറൽ എന്ന് എഴുതിയാൽ അല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതിയാൽ മതി. ദെൻ വിമുക്ത പഠനമാണോ ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ അല്ല, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളത് ടിക്ക് ചെയ്താൽ മതി. അല്ല എന്ന് ടിക്ക് ചെയ്താലും മതി, ഇനി എഴുതണമെങ്കിൽ എഴുതും ചെയ്യാം.
ഓക്കെ. ദെൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടതാണോ അല്ല എന്നോട് ടിക്ക് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട്. ദെൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആണെങ്കിൽ അവർക്ക് ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വിധവയാണോ അല്ലേ എന്നാണ് അല്ല എന്ന് ടിക്ക് ചെയ്താൽ മതി. ആണെങ്കിൽ ആണെന്ന് ടിക്ക് ചെയ്യുക. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത നമ്മുടെ SSLC മുതലായിട്ട് ഫില്ല് ചെയ്യുക നിങ്ങൾ. ഓക്കെ, SSLC മുതൽ 1, 2, പിന്നെ +2 ഉണ്ട്, +2, ഡിഗ്രി ഉണ്ട്, ഡിഗ്രി, മറ്റ് കോഴ്സുകൾ ചെയ്ത് മറ്റു ഡിപ്ലോമ കോഴ്സുകളുണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കോഴ്സിൻ്റെ പേര് കൊടുക്കുക. നമ്മൾ പഠിച്ച സർവകലാശാല അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് ഏത് ബോർഡാണെന്ന് വെച്ചാൽ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ കൊടുക്കുക. പാസ്സായ വർഷം, then എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട്. ഇപ്പോൾ SSLCയിൽ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എന്നുള്ള അറിയുന്നതിനുള്ള വീഡിയോ നമ്മുടെ ചാനലിൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ദെൻ അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ പറയുന്ന ക്ലർക്ക് അല്ലെങ്കിൽ നമ്മളിവിടെ പോസ്റ്റ് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ, ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ പൊസിഷനിലേക്ക് നമുക്ക് ഈ പറയുന്ന ഏത് ക്വാളിഫിക്കേഷനാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇതിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. SSLC ആണെങ്കിൽ SSLC, ഇനി അതല്ല +2 ഉണ്ടെങ്കിൽ +2 കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന BA, BSc, BCom, എനി ഡിഗ്രി അതുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ഏതാഴ്ച നിങ്ങൾ അത് കൊടുക്കുക. അതിവിടെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. BSc, BCom ഏതാണ്ട് കൊടുക്കാം. then അതോടൊപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ, അപ്പോൾ JDC ഒന്നെങ്കിൽ JDC ആണെങ്കിൽ HDC ആണെങ്കിൽ അല്ലെങ്കിൽ HDC ആൻഡ് BM വേണം, അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ വേണം. ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് SSLC JDCൻ്റെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, ഇനി അതല്ല +2 JDCൻ്റെ അപ്ലൈ ചെയ്യാം. then അങ്ങനെയുള്ളവർക്ക് ഇതിലേക്കാവും. ഇനി അല്ല BA, BSc, BCom ഏതെങ്കിലും ഡിഗ്രിയും ഈ പറഞ്ഞിരിക്കുന്ന JDCയോ HDC ആൻഡ് BMO ഒക്കെ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഈ പറയുന്ന SSLCയും ഈ BCom കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഈ പറയുന്ന HDCM അതുപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല BSc, MSc കോർപ്പറേഷൻ അതെല്ലാം ബാങ്കിങ് ഉണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ ടിക്ക് ചെയ്യാം. ഇനി ഏതെങ്കിലും ഇതിൽ പറയാത്ത ഏതെങ്കിലും കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നത് അത് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ യോഗ്യത പറഞ്ഞ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അതിനനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അത് ടിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഹാജരാക്കേണ്ടി വരും കേട്ടോ. ദെൻ അതോടൊപ്പം തന്നെ കാറ്റഗറി നമ്പർ ഞാൻ പറഞ്ഞു ഈ പറയുന്ന 13/2023, അതായത് ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ എന്ന് പറയുന്ന തസ്തിയിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് സംഘത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിങ്ങളുടെ കാറ്റഗറി അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സംഘത്തിലേക്ക് ഒന്നിലധികം സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര സംഘത്തിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാം കൊള്ളില്ല, കാരണം ഒരുപാട് സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്പേസ് ഇതിലില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ഉണ്ടാക്കുക. ഇതിൽ എത്ര കോളം ഉണ്ട്, 1, 2, 3, 4 കോളം വരുന്നുണ്ട്. ഈ 4 കോളം വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടേബിൾ ഉണ്ടാക്കുക. ആ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് കേട്ടോ, അങ്ങനെ A4 ഷീറ്റ് നല്ല നീറ്റായിട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി സംഘത്തിൻ്റെ പേരൊക്കെ അതിൽ കൊടുക്കാം. ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ. ഇനി കാറ്റഗറി 11 സംഘം അല്ലെങ്കിൽ ബാങ്കിൻ്റെ ക്രമ നമ്പറാണ്. അപ്പം നമ്മൾ ഈ ജസ്റ്റ് ഞാൻ കാണിക്കാം, ക്രമ നമ്പർ. അപ്പോൾ ഒന്നാണോ ഇതിൽ ഏത് ക്രമം, ഇപ്പം ഞാനിപ്പോൾ ഈ 6 എന്ന് പറയുന്ന ക്രമ നമ്പറിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുക. 6ാമത്തെ ക്രമ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാറ്റഗറി ഇതിലെ സംഘം അല്ലെങ്കിൽ ബാങ്കിൻ്റെ ക്രമ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ 6 എന്ന് കൊടുക്കുക. ഓക്കെ, ഈ ബാങ്കിൻ്റെ ക്രമ നമ്പർ നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ പേര്, ഇപ്പോൾ 6ാമത്തെ ജസ്റ്റ് ഏതാണ് എന്താ നിങ്ങൾക്ക് കാണാം, എരൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് കൊടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക, എരൂർ സഹകരണ ബാങ്ക്. then അടുത്ത ഞാനിപ്പം കൊടുക്കുന്നത് 8 എന്നുള്ള ബാങ്കാണ്. അപ്പോൾ 8 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അടുത്ത 2ാമത്തേത് 8, അവിടെ അടുത്തത് നമ്മൾ എന്താ 8ാമത്തേതാണ് പുതിയ കാവ് സർവീസ് സഹകരണ ബാങ്ക്. ഓക്കെ, അതിവിടെ എഴുതി കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഓരോന്നിനും നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തേതിന് നിങ്ങൾ 150 രൂപയാണ് വരിക, അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 150 രൂപയാണ് വരിക. ഓക്കെ, ബാക്കി വരുന്നതിനൊക്കെ 50 രൂപ പ്ലസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനത്തെ ആ മൊത്തം നമ്മൾ എത്ര കൊടുത്തോ, ഒരു 10 സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് നമ്മൾ കൊടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 150 പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം, 9 × 50, അതായത് 150 തന്നെ നമ്മൾ ഫുൾ എമൗണ്ട് പേ ചെയ്യണം, ബാക്കി 50. അപ്പോൾ എത്ര വരും, 450. ഓക്കെ, അപ്പോൾ 450 വന്നു. ഈ 450 150 എത്രയായി, 500, 600 ആയി. ഓക്കെ, അപ്പോൾ 600 രൂപയുടെ DD ആണ് നമ്മൾ എടുക്കേണ്ടത്. ഒറ്റ DD ആണ് എടുക്കേണ്ടത് 600 രൂപയുടെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നതായിരിക്കും. ഇനി SC ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നിലേക്ക് 50 രൂപയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ അവരിപ്പം 10 എണ്ണത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10 × 50 എത്രയാണ്, അവർക്ക് 500 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. ഓക്കെ, അവർക്ക് 500 രൂപ ഫീ അടച്ചാൽ മതി. ഓക്കെ, അത് 500 രൂപയുടെ ഒരൊറ്റ സിംഗിൾ DD എടുക്കുക, അടയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങളിവിടെ ഈ പറയുന്ന ടേബിളിൽ എത്ര സംഘത്തിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചു, ആ സംഘം ഇപ്പം ഞാൻ 10 എണ്ണത്തിലേക്ക് അപേക്ഷിച്ച് 10 എന്നൂടെ കൊടുക്കുക, അത്രയേ ഉള്ളൂ.
ഇനി നമ്മൾ ഫീസ് അടച്ചതിൻ്റെ വിശദാംശങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യം ഫീസ് അടയ്ക്കുന്നതിൻ്റെ ചലാന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഈ ലിങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരിക. ഇവിടെ ചലാൻ ഫെഡറൽ ബാങ്ക് എന്ന് കാണാം. 2 ചലാൻ. ഫെഡറൽ ബാങ്കിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ചലാൻ എടുക്കുക. ഈ ചലാനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റത്തെ ചലാന് നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചു കൊടുക്കേണ്ടതാണ്. ഇത് നമ്മൾ കയ്യിൽ വെക്കേണ്ടതാണ്. രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഇത് അവിടെ നിങ്ങൾക്ക് കാണാം ബാങ്ക് കോപ്പിയാണ്. ഇത് ബാങ്കുകാരെടുക്കും. ഇങ്ങനെ 3 ചലാനാണ് ഉണ്ടാകുക. ഓക്കെ, ഇതിൽ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളൂ. എമൗണ്ടൊക്കെ വേറെ അഡീഷണൽ ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമ്മൾ ചലാൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചലാൻ നമ്പർ കിട്ടും. അത് അവർ ഇതിൽ സീൽ ചെയ്ത് തരും അല്ലെങ്കിൽ എഴുതി തരും. ആ ചലാൻ നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ചലാൻ നമ്പർ ഇവിടെ കൊടുക്കുക. ഓക്കെ, ബാങ്കിൽ ഏത് ബാങ്കിലാണ് നമ്മൾ അടയ്ക്കുന്നത് അതിൻ്റെ ശാഖയും അതിൻ്റെ പേരും കൊടുക്കുക. അടച്ച തീയതി, തുക, മൊബൈൽ നമ്പർ, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഡി ഡി കിട്ടും. ബാങ്കിൽ നിന്ന് ഡി ഡി കിട്ടും. ആ ഡി ഡിൻ്റെ നമ്പർ ഉണ്ടാവും. ആ ബാങ്കിൻ്റെ പേരും ശാഖയും, ഏത് ബാങ്കിൽ നിന്നാണ് നമ്മൾ ഡി ഡി എടുത്ത ബാങ്കിൻ്റെ പേരും ശാഖയും കൊടുക്കുക. അടച്ച തീയതി, തുക, ഇത്രയേ ഉള്ളൂ. ആ ഡീറ്റെയിൽസ് കൊടുക്കണേ. അപ്പോൾ ഈ നമ്മുടെ ചലാൻ ഉണ്ടല്ലോ, ഈ ചലാൻ്റെ ഈ ഒരു കോപ്പി, ഫസ്റ്റ് കോപ്പി ഇവിടെ ഉണ്ടാവും. ടു ബി ഇൻക്ലോസ്ഡ് വിത്ത് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് നമ്മുടെ അപേക്ഷയുടെ കൂടെ വെക്കണം കേട്ടോ. അത് നിർബന്ധമാണ്. ഓക്കെ, പിന്നെ ചലാൻ ഇതാണ് ചലാൻ വെക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഡി ഡിയും വെക്കണം. ഒറിജിനൽ ഡി ഡിയും നമ്മൾ അതിൻ്റെ കൂടെ വെക്കണം. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ അപേക്ഷയോടൊപ്പം വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, നമ്മളെ വയസ്സ് തെളിയിക്കുന്നതിന് SSLC സർട്ടിഫിക്കറ്റ് മതി. ജാതി തെളിയിക്കുന്നതിന് നമുക്ക് SSLC സർട്ടിഫിക്കറ്റ് മതി. ഇനി ICSE CBSE ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, റവന്യൂ അധികൃതരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വെക്കണം. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടി നമ്മൾ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ കാറ്റഗറി സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. ഓക്കെ, അല്ലാത്ത SSLC പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേറെ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് വേണ്ട. അത് SSLC സർട്ടിഫിക്കറ്റ് തന്നെ അവരുടെ ജാതി ഉണ്ടാവും. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നതാണ് കേരളത്തിൻ്റെ ഈ പർപ്പസിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഒരു സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇനി വിമുക്ത പഠനക്കാണെങ്കിൽ, ഭിന്നശേഷിക്കാരൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരുടെ സർട്ടിഫിക്കറ്റ് വെക്കണം. EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ EWS സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി റെഡിയാക്കണം. പിന്നെ വിധവയാണ് തെളിയിക്കുന്നത്. വിധവയായ ഉദ്യോഗാർത്ഥികൾക്ക് വായ്സലവും പോസ്റ്റ് റിസർവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് വെക്കണം. പിന്നെ യോഗ്യത തെളിയിക്കുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, അറ്റസ്റ്റഡ് എന്ന് കൊടുത്തിട്ട്, സെൽഫ് അറ്റസ്റ്റഡ് എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യുക, പേരും നിങ്ങളുടെ സിഗ്നേച്ചറും ഡേറ്റഡ് സിഗ്നേച്ചറും കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ഓക്കെ, നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ, അതായത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ഒറിജിനൽ ഒരിക്കലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കരുത്. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേരും ഡേറ്റും ഒക്കെ കൊടുക്കുക, സിഗ്നേച്ചറും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അപേക്ഷയോടൊപ്പം കൊടുക്കണം ആവശ്യമുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും. പിന്നെ നിങ്ങൾക്ക് തുല്യതാ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ളവർ കിട്ടോ, അതായത് ഈക്വലൻ്റ് ആയിട്ടുള്ള തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ ഫീസ് അടച്ച് തെളിയിക്കുന്നതിനുള്ള ഡി ഡിയും ചലാനും നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുക. പിന്നെ നിങ്ങളുടെ ഒരു ഡിക്ലറേഷനാണ്, നിങ്ങളുടെ സ്ഥലം, തീയതി, നിങ്ങളുടെ ഒപ്പ്, പേര് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിക്കണം. അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. അപ്പോൾ ഞാൻ ഇതും പാടെ പറയുകയാണെങ്കിൽ ജനറലായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇതുപാടെ പറയുകയാണെങ്കിൽ എന്താണ്, വീഡിയോയുടെ ഡ്യൂറേഷൻ ഇങ്ങനെ കൂടി വരും. ഓക്കെ, അപ്പോൾ ഫീ അടയ്ക്കുന്നതിൻ്റെ ഒക്കെ കറക്റ്റ് ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ജനറൽ കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ്, പട്ടികജാതി പട്ടികവർഗ SC/ST കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ് ഫീ അടയ്ക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നമ്മുടെ ഈ പറയുന്ന പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എൻവലപ്പ് മോഡൽ കാണാം. ഓക്കെ, അതായത് നമ്മൾ അയച്ചു കൊടുക്കേണ്ട എൻവലപ്പിൻ്റെ മോഡൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് പ്രിൻ്റ് എടുത്ത് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചാലും മതി. നമ്മുടെ എൻവലപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ ക്ലർക്ക്. ഓക്കെ, നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണം. ഓക്കെ, ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷർ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ ക്ലർക്ക് എന്നിവിടെ ഉണ്ട്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കാം. ഇനി ഇതിൻ്റെ മാതൃകയാണ് കേട്ടോ. അപ്പോൾ ഈ മോഡലായിരിക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെട്ടിക്കുന്നതിൽ നല്ലത് ഇത്ര ക്ലാരിറ്റി ഉണ്ടായിക്കണമെന്നില്ല. അതിൽ കുറച്ചും കൂടെ നല്ലത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇതിൽ വേണമെങ്കിൽ തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് വേർഡിലൊക്കെ നമുക്ക് തയ്യാറാക്കാം. അല്ലെങ്കിൽ കാഫേയിലൊക്കെ പോയി പറഞ്ഞാൽ അവർ റെഡിയാക്കി തരും. അല്ലെങ്കിൽ നമ്മൾ എഴുതിയാലും മതി. അതിൻ്റെ മുകളിൽ കറക്റ്റ് എഴുതിയാൽ മതി. നല്ല നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത് എഴുതിയാൽ മതി. 2 എന്നുള്ളത് ഇതാണ് അഡ്രസ്സ്. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്.
ഓക്കെ, നമ്മൾ അയച്ചു കൊടുക്കേണ്ട നമ്മുടെ അപേക്ഷ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ് ഇത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫുൾ അഡ്രസ്സ്. ഇവിടെ നമ്മുടെ ഫ്രം എന്നുള്ളിടത്ത് നമ്മൾ അഡ്രസ്സ് കംപ്ലീറ്റ് കൊടുക്കുക. ദെൻ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ എന്നുള്ളത് നമ്മൾ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ജനറലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകളുണ്ട്, അവർക്ക് വേറെ കാറ്റഗറി ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഈ ഒരു സൈറ്റിലുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പോസ്റ്റിലേക്കൊക്കെ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ക്ലർക്ക് അല്ലാത്ത അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്ക് അല്ലാത്ത ക്യാഷ്യർ അല്ലാത്ത മറ്റൊരുപാട് പോസ്റ്റുകൾ ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഓക്കെ, ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് തരാം. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലേക്കായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാൻഡിഡേറ്റ്സ് ലോഗിൻ എന്ന് കാണാം. അതിൽ ജസ്റ്റ് ഇത് ഈ പേജിൽ തന്നെയാണ് വന്നിരിക്കുക. ഇപ്പം നമുക്ക് ഇമെയിലും ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ PSC ഒക്കെ പോലെ തന്നെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാകും, വെച്ച് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ നമുക്കിവിടെ കാണാം വൺ ടൈം രജിസ്ട്രേഷൻ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആധാർ കാർഡിലുള്ള പോലെ നമ്മുടെ പേര് കൊടുക്കുക, പിന്നെ ആധാറിൻ്റെ നമ്പർ കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. ഇങ്ങനെ ഇത് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മളൊരു വൺ ടൈം രജിസ്ട്രേഷൻ സെറ്റപ്പ് ചെയ്യുകയും പിന്നീട് നമുക്ക് എന്താണ് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ക്ലിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ വളരെ സിമ്പിളായിരിക്കും. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് വളരെ ക്ഷീണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കുന്നതൊക്കെ മാറിപ്പോകുന്നുണ്ട്. ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കമൻറ്റ് ചെയ്യേണ്ടത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, കാരണം ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിൽ മാത്രമേ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ വേണ്ടതാണ്, ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമാണ് ഈ പറയുന്ന ഫോം ഓഫ്ലൈനായിട്ട് നമ്മൾ പോസ്റ്റൽ വഴി അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കിയുള്ള എല്ലാ പോസ്റ്റിലേക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഓരോ കാറ്റഗറിൻ്റെ ഓൺലൈൻ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ രജിസ്റ്റർ ചെയ്ത് എന്ത് ചെയ്യണം, ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമായുള്ള എല്ലാ ലിങ്കുകളും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്